കൂദാശ ചെയ്ത ബന്ധമാണെങ്കിലും ചില സമയത്ത് ഭർത്താവ് മദ്യപാനിയാണെങ്കിൽ ഒരു കണക്കിന് അച്ഛാ പണിക്കും പോകത്തില്ല അച്ഛാ, ഞാൻ പോയി വേലയെടുത്ത് കൊണ്ടുവന്നത് എന്നെ ഇടിച്ച് കാശ് മേടിച്ച് അയാളെ കൊണ്ടേ കുടിക്കുമെന്ന് പറയും. അയാൾ പണിക്ക് പോകത്തില്ല. പിന്നെ ഞാനാണ് കുഞ്ഞുങ്ങളെ ഉള്ളതുകൊണ്ട് പട്ടിണി കിടക്കാമെന്ന് വിചാരിച്ചാൽ പണിക്ക് പോണത്. എന്നിട്ട് അയാൾ വന്നിട്ട് എന്നെ ഇടിച്ചിട്ട് ഇപ്പം അച്ഛനെയും കൂടി പറയുന്നുണ്ടെന്ന്. ഞാൻ ഇപ്പോൾ കൃപാസനത്തിൽ വന്ന കാരണം ഇപ്പം അയാൾ നിരങ്ങി രാത്രി നിരങ്ങി വന്നു വെച്ചാൽ നീ അച്ഛനെ കൂട്ടി പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അല്ല, ഓരോ മനുഷ്യൻ്റെ അവരവസ്ഥയാണ്. മദ്യം കയറിക്കാൻ എന്ത് ചെയ്യാനാ? ആ സ്ത്രീയുടെയൊക്കെ ഒരവസ്ഥ നോക്കി. ഈ ആളെൻ്റെ കൂടെ ജീവിക്കണ്ടേ? ഞാൻ പറഞ്ഞു, മോളെ ജീവിക്കണം മോളെ. എന്താ കാര്യം എന്നറിയാവോ? ഇത് 9:10-9 മർക്കോസിൻ്റെ സുവിശേഷം. എന്താ കാര്യം? ദൈവം യോജിപ്പിച്ചതാണ്. ദൈവം യോജിപ്പിച്ചതാണ്. എന്താ പ്രശ്നം എന്നറിയാവോ? സംഗതി വിയോജിക്കാനാണെങ്കിൽ ഒരു 10,000 കാര്യമുണ്ട് ഈ കണ്ടാമൃഗത്തിൽ നിന്ന് പോകാൻ, ഇല്ലേ? പക്ഷെ നമുക്ക് ഒരുമിച്ച് താമസിക്കാനാണെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് പിരിയാനാണെങ്കിൽ ഒരു 100 കാര്യം കാണും. നിൻ്റെ ജീവിത പങ്കാളി പിരിഞ്ഞു പോകാനാണെങ്കിൽ നിനക്ക് പിരിയാതിരിക്കാൻ തീരുമാനിച്ചാൽ നിനക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താ കാര്യം? എന്നെ കർത്താവ് യോജിപ്പിച്ചതാണെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ദൈവവേദനേ, അത് നീ ഓർത്തുകൊണ്ടാണ് അവൻ്റെ ഇടിമേടിക്കണം എന്നുണ്ടെങ്കിലേ തടുക്കാൻ അമ്മയെ കർത്താവ് വിടും. കാര്യം എന്താണെന്നറിയാവോ? എൻ്റെ മകളാണെന്ന് അമ്മ പറയും, എൻ്റെ മകനാണെന്ന്. എന്താ കാര്യം? വചനത്തിന് വേണ്ടി ജീവിക്കുകയാണ്. നമുക്കൊന്നും കിട്ടിയില്ല ഇങ്ങോട്ട്. നമ്മൾ രാജകീയ പുരോഹിത ഗണമായി ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുക. അതാ ബലിയില്ലേ, ആ നീ കുടുംബജീവിതത്തെ അനുഭവിക്കുന്ന ബലിയില്ലേ, അത് 1 പത്രോസിൻ്റെ 5:2-5-9. 1 പത്രോസ് 2:5, 1 പത്രോസ് 2:9. എന്താ കാര്യം? നിൻ്റെ ബലി രാജ്യ പുരോഹിത ഗണമെന്ന രീതിയിൽ പൗരോഹിത്യത്തിനടുത്ത ബലിയാണ് നീ അർപ്പിക്കുന്നത് കുടുംബത്തിൽ. ആ ബലി അർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ അത് കാഴ്ചവെക്കുമ്പോൾ കാസായാലും പിലാസയിലേക്ക് പരിശുദ്ധാത്മ ഇറങ്ങി വരണ പോലെ ദൈവത്തിൻ്റെ ശക്തി നിന്നിലേക്ക് ഇറങ്ങി വരും. നിന്നിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാർഗമായി എന്ത് കഴിച്ചാലും ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത, ഉപദ്രവം എന്തുണ്ടായാലും ഉപദ്രവം ഉണ്ടായിട്ട് അറിയാത്ത ലൂക്കാ 10:19 നീ സർപ്പത്തിൻ്റെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്ന അധികാര അഭിഷേകം മേടിക്കുമ്പോൾ നീ അധികാര അഭിഷേകമുള്ള രാജകീയ പുരോഹിതനായി കർത്താവ് നിന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇഹത്തിൽ മാത്രമല്ല മക്കളെ, അത് പരത്തിൽ നിന്ന് പരിക്കും കൈ അടിച്ച് കർത്താവ്